പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേറ്റീവ് ജയിലിൻ്റെ വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്കിന്ന് വചന സന്ദേശം നൽകുന്നത് പ്രശസ്ത ധ്യാനഗുരുവും സുവിശേഷ പ്രഘോഷകനുമായ ഫാദർ ജെറി മടത്തിപ്പറമ്പിൽ. അദ്ദേഹം വയനാട് മക്കിയാട് ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്നു. സ്നേഹത്തോടെ വചനവേദിയിലേക്ക് അച്ഛനെ ക്ഷണിക്കുന്നു. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഒന്ന് പ്രാർത്ഥിക്കാം. ഈ തിരുമണിക്കൂറിൽ അമ്മ സ്ലിഹന്മാരെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഈ തിരുമണിക്കൂറിൽ നമ്മൾ ശക്തിപ്പെടാൻ, എളിയവനായ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനം പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാൻ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഏറ്റവും ഭക്തിയോടെ ആയിരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. മാതാവേ, നിൻ സന്നിധി അണഞ്ഞിടുന്നു. അമ്മേ, നിൻ പാദം വണങ്ങിടുന്നു. മാതാവേ, നിൻ സന്നിധി അണഞ്ഞിടുന്നു. അമ്മേ, നിൻ പാദം വണങ്ങിടുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. നിൻ സുതനോടു ചേർക്കേണമേ. നിൻ സുതനോടു ചേർക്കേണമേ. പരിശുദ്ധമേ മാതാവേ, അമ്മയുടെ മേലങ്കിയാൽ പൊതിയപ്പെട്ട് യാതൊരു പലവിചാരവുമില്ലാതെ, അസ്വസ്ഥ ചിന്തകളില്ലാതെ ഈ തിരുവചന ശുശ്രൂഷ ശ്രവിക്കുവാൻ, അതിലൂടെ ആന്തരിക ശ്രവണങ്ങൾക്ക് ഇമ്പം പകരുന്ന വിധം അതിനെ സ്വീകരിക്കുവാൻ, ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എടുക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലിഹ തെസലോണിയക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16, 17, 18 തിരുവചനം. ഈ 3 ഭാഗമാണ്. ഞാനൊന്ന് വായിക്കാം. ദൈവജനം ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. 16-ാം തിരുവചനം മുതൽ, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ചിലവരൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അച്ഛാ ദൈവഹിതം എന്താണെന്ന് പറഞ്ഞു തരാനായിട്ട് ചിലരൊക്കെ പറയാറുണ്ട്. ദൈവഹിതം, എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണെന്ന് ചിലർ ചോദിക്കും. ചിലരൊന്ന് മെസ്സേജ് എടുത്തിട്ട് പറയുമോ, അല്ലെങ്കിൽ എന്നെ ഒരു കൗൺസിലിംഗ് നടത്തിയിട്ട് പറയുമോ, ഞാൻ ഏത് റൂട്ടിൽ പോകണം. അപ്പോൾ ഏത് റൂട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഏത് റൂട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് ഒരുപക്ഷെ നമ്മളിങ്ങനെ ആലോചിച്ച് ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുകയായിരിക്കും. പക്ഷേ അതിനു മുമ്പായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ദൈവ പദ്ധതി, ദൈവഹിതം എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1, നന്നായിട്ട് സന്തോഷിക്കുക. 2, നന്നായിട്ട് പ്രാർത്ഥിക്കുക.
ഇടവിടാതെ നിരന്തരം പ്രാർത്ഥിക്കുക. 3, നന്ദി പറയുക. എപ്പോഴും കർത്താവിനോട് നന്ദി പറഞ്ഞ് ആയിരിക്കുക. ഇതാണ് ദൈവഹിതം. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഇതാണ്. അപ്പോൾ ദൈവഹിതം നീ നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഹിതം കർത്താവ് ഏറ്റെടുക്കും. എൻ്റെ ആഗ്രഹം, എൻ്റെ സന്തോഷം, എൻ്റെ നിയോഗം, എൻ്റെ ഹിതം എന്താണോ അത് ദൈവം ഏറ്റെടുക്കും. ആദ്യം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക, അതാണ് ഏറ്റവും പ്രാധാന്യം. നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കും. നിങ്ങളെക്കുറിച്ചുള്ള എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി ഒന്ന്, നിങ്ങൾ ചിരിക്കണം, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ ആനന്ദത്തോടെ ഇരിക്കണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. വളരെ സിമ്പിളല്ലേ? ആദ്യത്തെ വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ ഇങ്ങനെ സന്തോഷിക്കാനുള്ള എന്തെങ്കിലും വക തരണമേ, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും വക തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ചിരിക്കുക, ആനന്ദിക്കുക, നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക. ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ ലേഖനം എഴുതിയ വിശുദ്ധ പൗലോസ്ലിഹായുടെ ചിന്ത എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ ലേഖനം ആർക്ക് വേണ്ടി എഴുതിയോ അത് നമുക്കറിയാം. തെസ്സലോണിയയിലുള്ള സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ സഭയിലുള്ള ദൈവജനത്തിൻ്റെ മനോഭാവം ഇതിനെ രണ്ടിനെ ബന്ധിപ്പിച്ച് ആണ് നമ്മൾ ഈ സന്തോഷം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവാം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഈശോയെ കണ്ടുകൊണ്ടെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ തിരുവചനത്തില് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നു. അത് ഇപ്രകാരമാണ്. 2-ാം അധ്യായം, തെസ്സലോനിക്കർക്ക് ലേഖനത്തിലെ 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്? പൗലോസ് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങളുടെ അഭിമാനം, ഞങ്ങളുടെ സന്തോഷം എന്താണ്? അപ്പോൾ പൗലോസ് തന്നെ അതിന് ഉത്തരം പറയാണ്, അത് നിങ്ങളല്ലേ എന്ന് പൗലോസ് തൻ്റെ ജനത്തോട് പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പൗലോസിൻ്റെ ആനന്ദം എന്തായിരുന്നു? പൗലോസിൻ്റെ ആനന്ദം, പൗലോസിൻ്റെ അഭിമാനം, പൗലോസിൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവജനം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് പൗലോസിൻ്റെ സന്തോഷം. അല്ലെങ്കിൽ തെസ്സലോണിയിലുള്ള സഭയിലുള്ള അനേകം ആൾക്കാർ ഈശോയെ അറിഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, അവര് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. അതാണ് ഞങ്ങളുടെ അഹങ്കാരം. അതാണ് പൗലോസ് പറയുന്നത്. ഞങ്ങളുടെ അഹങ്കാരം അതാണ്, ഞങ്ങളുടെ സന്തോഷം അതാണ്, ഞങ്ങളുടെ അഭിമാനം അതാണ്, വേറൊന്നുമല്ല. ഇനി പൗലോസിന്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1:18 യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതാണ് എൻ്റെ ആനന്ദം. കർത്താവായ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതാണ് എൻ്റെ ആനന്ദം എന്നാണ് പൗലോസ് പറയുന്നത്. ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി വെച്ച് നോക്കുമ്പോൾ എന്താണ് വചനപ്രഘോഷകനായിട്ടുള്ള പൗലോസ് യേശുവിനെ പ്രഘോഷിക്കാൻ കാരണമായത്? എങ്ങനെയാണ്? യേശുവിനെ അറിഞ്ഞു, മാനസാന്തരപ്പെട്ടു, യേശുവിനെ അനുഭവിച്ചു, തിരുവചനം എടുത്ത് ലോകത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി. പൗലോസിന്റെ സന്തോഷവും പൗലോസിന്റെ ആനന്ദവും അതായിരുന്നു. പൗലോസ് മാനസാന്തരപ്പെടുത്തിയ ജനങ്ങൾ വിശുദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന കണ്ടപ്പോൾ പൗലോസ് പിന്നെയും അഹങ്കരിച്ചു. സ്വർണം കിട്ടിയതുകൊണ്ടോ, അല്ലെങ്കിൽ പണം കിട്ടിയത് കൊണ്ടോ, സമ്പത്ത് കിട്ടിയത് കൊണ്ടോ, അഭിമാനം കിട്ടി വേറെ എന്തെങ്കിലും കിട്ടിയത് കൊണ്ടോ ഒന്നുമല്ല. പൗലോസിന്റെ അഹങ്കാരവും സന്തോഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ പ്രതി മാത്രമുള്ളതായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഒരു ക്വസ്റ്റ്യൻ. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു പക്ഷേ നീ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച്, മാമോദിസ സ്വീകരിച്ച്, സകല കൂദാശകളും സ്വീകരിച്ച് ഇവിടെ ഇരിക്കുക. ഇപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ ഇത് ഒരു പക്ഷേ വൈദികരും കേൾക്കുന്ന, സമർപ്പിതരും കേൾക്കുന്ന ശുശ്രൂഷയായിരിക്കാം. അപ്പം അതുകൊണ്ട് വിളിക്കപ്പെട്ടവരെന്ന നിലയിൽ, സാധാരണ കുടുംബജീവിതം നയിക്കുന്നവരെന്ന നിലയിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചു പോട്ടെ. ഈ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് നിങ്ങൾ സംതൃപ്തരാണോ? ഈ യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്നത് കൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി, ഏറ്റവും ബേസിക് ആയിട്ട് ചോദിച്ചു കൊള്ളട്ടെ, ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിൽ നിനക്ക് സന്തോഷമുണ്ടോ, ആനന്ദമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ യേശുക്രിസ്തുവിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി പള്ളിയിൽ പോയി പ്രാർത്ഥന ചെയ്ത് പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് നിങ്ങൾക്കൊരു ആനന്ദം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു വലിയ മിഷണറി പ്രവർത്തനമാണ്. ഞാൻ പറയുന്നു, അതൊരു വലിയ ഒരു സ്രോതസ്സാണ്. തിരുവചനം സുവിശേഷവൽക്കരണം നടക്കപ്പെടുവാനുള്ള വലിയൊരു സ്രോതസ്സാണ് ഞാൻ തന്നെയാണ്.
ഒരു അച്ഛൻ എന്ന നിലയിൽ ജെറിയാസൻ ഇവിടെ നിന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നു. ഈ അച്ഛൻ എന്ന നിലയിൽ എൻ്റെ പൗരോഹിത്യത്തിൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പൗരോഹിത്യത്തിലെ സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിലേക്ക് ഇറങ്ങി അതും ഇതും കണ്ട് സമ്പാദിച്ച് ലോകത്തിൻ്റെ നേട്ടങ്ങൾ കൊയ്യുന്നതിലുള്ള സന്തോഷത്തെക്കുറിച്ചല്ല ജെറിയാസൻ പറയുന്നത്. ബേസിക്കലി യേശുവിൻ്റെ പുരോഹിതനായിട്ട് പരിശുദ്ധ ബലി അർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, എന്നെ കണ്ടുകൊണ്ട്, അതായത് യേശുക്രിസ്തു എന്നിൽ മഹത്വപ്പെടുന്നത് കണ്ടുകൊണ്ട് അനേകർ പൗരോഹിത്യത്തിലേക്ക് വരും. അനേകർ വൈദികരാകുവാനുള്ള ദൈവവിളി തിരഞ്ഞെടുക്കും, അത് ഉറപ്പാണ്. ഇനി ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അതൊക്കെ ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കും, അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക? ഒരൊറ്റ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയാൻ പോവാ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവാം. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമകളൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ഒരു സിനിമ നിങ്ങൾ മനസ്സിൽ ഇപ്പം കണ്ടുകൊള്ളുക. ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ, അല്ലെ ഇറങ്ങിയ ഒരു സിനിമ. ഈ ഇറങ്ങിയ ഒരു സിനിമ ആദ്യം തിയേറ്ററിലെത്തുന്നു. തിയേറ്ററിലെത്തുന്ന ശേഷം ഈ സിനിമ ആദ്യം കണ്ട ഒരു 350 പേരാണെന്ന് വിചാരിക്കുക. 350 പേര് സിനിമ കണ്ടു. ഈ സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കറിയാം, തിയേറ്ററിൻ്റെ പുറത്ത് ചില ആൾക്കാർ മൈക്കും പിടിച്ച് നിൽക്കും. എന്നിട്ട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി, അടിപൊളിയല്ലേ, ഭയങ്കര സൂപ്പർ ഫിലിമായിരുന്നു, നായകനൊക്കെ അടിപൊളിയാ. അപ്പൊ ഇത് ആര് കേൾക്കും? ഇത് ലോകം മുഴുവൻ കേൾക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളിൽ ഒരാൾ ഒരു സിനിമ കണ്ടിട്ട് അത് നല്ലതാണ്, അതിന് വലിയ സന്തോഷമുണ്ട്, വലിയ ആനന്ദമുണ്ട്, സൂപ്പർ സിനിമയാട്ടോ, ഒന്ന് പോയി കാണണമെന്ന് പറഞ്ഞിട്ട് തീർച്ചയായും പോയി കാണും. അങ്ങനെ അനുഭവങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് ദൈവജനം വരും, പ്രിയപ്പെട്ട മക്കളെ. അപ്പോൾ പറഞ്ഞു വന്ന ഇപ്രകാരമാണ്, ഒരു സിനിമയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിജയം എന്ന് പറയുന്നത് ആ സിനിമ ആദ്യം കണ്ടവരാണ്. ആദ്യം കണ്ടവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന സന്തോഷത്തിന്റെ വാർത്തകൾ ലോകമെമ്പാടും കേൾക്കപ്പെടുമ്പോൾ ആ സിനിമ വിജയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച നാം എല്ലാവരും ഇതിൽ ഒരു ആനന്ദം കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ തികച്ചും സംതൃപ്തരാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, തികച്ചും സംതൃപ്തരാണെങ്കിൽ ഞാൻ പറയുകയാണ്, അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സുവിശേഷവൽക്കരണം. നിന്റെ സന്തോഷം കാണുമ്പോൾ യേശുക്രിസ്തുവിനെ അറിയുവാനായിട്ട് നിന്റെ അടുത്തേക്ക് വരും. നിന്റെ സന്തോഷത്തിന്റെ സീക്രസി എന്താണ്, അതിന്റെ സീക്രട്ട് എന്താണെന്ന് അറിയാനായിട്ട് വരും, ഉറപ്പാണ്. കാരണം ഇന്ന് ജനം സന്തോഷത്തിനും സമാധാനത്തിനും ആനന്ദത്തിനും വേണ്ടിയിട്ടാണ്, അത് പണമുള്ളവരായാലും ശരി, പണമില്ലാത്തവരായാലും ശരി, അതിനു വേണ്ടിയിട്ടാണ് ഈ ജനം മുഴുവൻ നടക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അതായത് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് മാമോദിസ സ്വീകരിച്ച് സകല കൂദാശകളും കൈക്കൊണ്ട നീ, അല്ലെങ്കിൽ ഞാൻ, സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നതെങ്കിൽ പിന്നെ ആരെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനായിട്ട് വരുമോ? ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് നിനക്ക് സന്തോഷമില്ലെങ്കിൽ ഈ സന്തോഷമില്ലാത്ത ഈ അവസ്ഥയിലേക്ക് ഏതെങ്കിലും ആൾക്കാർ വരുമോ? അപ്പൊ അടിസ്ഥാനപരമായിട്ട് യേശുവിനെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ആദ്യം ഞാൻ സന്തോഷിക്കണം, ഞാൻ ആനന്ദിക്കണം, ഞാൻ അനുഭവിക്കണം യേശുവിനെ. എൻ്റെ സന്തോഷം കണ്ടു കഴിയുമ്പോൾ 4 പേര് കടന്നു വരും. അവർ പറയും, ഈ മനുഷ്യർ ക്രിസ്ത്യാനികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ. എന്താ കാരണം? എന്നാ, യേശുക്രിസ്തു വാളെടുക്കാൻ പറയില്ല, യേശുക്രിസ്തു യുദ്ധത്തിന് പോകാൻ പറയില്ല. യേശുക്രിസ്തു പറയുന്നത് സ്നേഹിക്കാനേ പറയുള്ളൂ. അതാണ് ക്രിസ്ത്യാനി, ബേസിക്കല്ല ക്രിസ്ത്യാനി. അവൻ്റെ ഏക യുദ്ധം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക, സ്നേഹം കൊണ്ട് മാത്രം. വാളെടുത്ത് ഉറയിലിടടാ എന്ന് പത്രോസിനോട് പറഞ്ഞു. ദൈവജനം യേശുവിനെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഇതിന് ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. അതായത് സംഭവിച്ചിങ്ങനെയാണ്. വിശുദ്ധ പൗലോസ് തെസ്സലോണിയയിലെ സഭയ്ക്ക് സുവിശേഷം കൊടുത്തു. എങ്കിൽ തന്നെയും തെസ്സലോണിയയിലെ സഭയിലുള്ള വിശ്വാസികൾ ഈ സുവിശേഷം ഏറ്റെടുക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം യൂദയിലെ ജനത്തെ കണ്ടിട്ടാണ് തെസ്സലോണിയയിലെ സഭയിലുള്ള ആൾക്കാർ കൂടുതലും വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. യൂദയിലെ ജനം സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു, യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ they became imitators. അവർ
യൂദയിലെ സഭയിലുള്ള ദൈവജനത്തെ അനുകരിക്കുന്നവരായിട്ട് മാറി. ഞാൻ പറഞ്ഞില്ല, ഒരുത്തനൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് സന്തോഷം തരുന്ന സംഭവമാണെങ്കിൽ അവന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, അവനും പിന്നെ അങ്ങോട്ട് വരും, അവൻ 4 പേരോട് പറഞ്ഞു, അവൻ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞതുപോലെയാണ് സംഭവിച്ചത്. തെസ്സലോണിയിലുള്ള സഭയിലുള്ള ആൾക്കാര് യൂദയിലെ ജനത്തിലെ അവിടെ ദൈവവചനം പ്രസംഗിച്ച് ആ സന്തോഷം അനുഭവിച്ചറിഞ്ഞപ്പോൾ തെസ്സലോണിയിലെ ആൾക്കാരും വിചാരിച്ചു, ആമ്പോടാ ഇത് കൊള്ളാലോ, ഇത് സംഭവം നല്ലതാണല്ലോ, വലിയ സന്തോഷത്തോടെയാണല്ലോ ഇവരിയ്ക്കുന്നത്. അങ്ങനെ തെസ്സലോണിയിലുള്ളവര് അവർ വിശ്വാസം സ്വീകരിച്ചു, കർത്താവിൽ ആനന്ദിച്ചു. ഇതാ പൗലോസ് പറയുന്നത്, എനിക്ക് ഇതുകൊണ്ടൊക്കെ ആനന്ദം. ഇനി അതിനുശേഷം അഖായിലുള്ളവരും മസഡോണിയയിലുള്ളവരും തെസ്സലോണി സഭയിലുള്ള വിശ്വാസികളെ കണ്ട് അവർ വിശ്വാസം സ്വീകരിച്ചു. ആര്? അഖായിലുള്ളവരും മസഡോണിയയിലുള്ളവരും. ഇപ്പൊ കണ്ടോ, ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക, ഇതൊക്കെ നമ്മളിൽ നിന്ന് അങ്ങോട്ട് നിന്ന് പോവുകയാണോ എന്ന് ചിന്തിക്കണം കേട്ടോ. കേരളത്തിൽ നമ്മുടെ സുവിശേഷവൽക്കരണം നമ്മളിൽ തന്നെ നിന്ന് പോകുവാണോ എന്നൊരു സംശയം ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ്. അവിടെ കണ്ടോ, ഓരോ സഭയിൽ ഇങ്ങനെ വിശ്വാസത്തിൽ അഭിഷേകത്തിൽ വളർന്നപ്പോൾ അത് മറ്റുള്ള ആൾക്കാർ കണ്ടു, അവർ വന്നു, ഇവർ വന്നു, എല്ലാവരും വന്നു. ആദ്യം കത്തോലിക്ക സഭയിലൊക്കെ വിശ്വാസം സ്വീകരിച്ചവർ ഒറ്റ അടിക്കൊക്കെ 1000-10,000 പേരൊക്കെ അല്ലേ. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി പൗലോസ് യേശുക്രിസ്തുവിനെ അനുഗ്രഹിക്കുന്നവനായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ലോകത്തോട് പറയുന്നത്. ഇമിറ്റേറ്റ് മീ ആസ് ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെയും അനുകരിക്കുവിൻ. എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുകരിച്ചത്? ക്രിസ്തു സഹിച്ചു, പീഡകളേറ്റു, ദൈവഹിതത്തിന് വേണ്ടി തൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ചു. ലോകത്തിലെല്ലാവരും സന്തോഷം, ദൈവത്തിലായിരുന്നു ആനന്ദം. പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് തൻ്റെ പാണ്ഡിത്യവും തൻ്റെ പേരും പെരുമയും എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൽ ആനന്ദിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, സങ്കടങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും പട്ടിണി വന്നാലും ദാരിദ്ര്യം വന്നാലും പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിൽ ആനന്ദിച്ചു. അത് വളരെ വ്യക്തമായിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്രകാരമാണ്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? പ്രിയപ്പെട്ടവരെ, അതായത് ലോകം തരുന്ന ഒരു സഹനത്തിലും പൗലോസ് സങ്കടപ്പെടാൻ തയ്യാറായില്ല. എന്നിരുന്നാലും അവന് ആനന്ദമായിരുന്നു, സന്തോഷമായിരുന്നു. ഈ യൂദായിലെ ജനം ദൈവവിശ്വാസം സ്വീകരിച്ചപ്പോൾ അവരെ വെറുപ്പിക്കാനും വേണ്ടിയിട്ട്, അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി യഹൂദർ വന്നു. അവരെ പീഡിപ്പിച്ചു, അവരെ വേദനിപ്പിച്ചു, അവരെ ഭയപ്പെടുത്തി. നിങ്ങൾ വിശ്വാസം സ്വീകരിക്കാൻ പാടില്ല, യഹൂദ മതം വിട്ടുപോകാനായിട്ട് പാടില്ല, നിയമങ്ങൾ അനുശാസിച്ച് നിയമങ്ങൾ സ്വീകരിച്ച് ആ പഴയ പാരമ്പര്യത്തിൽ തന്നെ നിലനിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഒത്തിരി ആൾക്കാർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നിരുന്നാലും ഈ വിശ്വാസത്തിൻ്റെ ഇടയിലെല്ലാം അവർക്ക് പീഡകൾ ഏൽക്കേണ്ടി വന്നു. പൗലോസിനും പീഡകൾ ഏൽക്കേണ്ടി വന്നു. അങ്ങനെ സഭയിൽ വിശ്വാസം സ്വീകരിച്ചവർക്ക് എല്ലാവർക്കും പീഡകൾ ഏൽക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ബൈബിളിൽ പറയുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പീഡകളിലും ദുരിതങ്ങളിലും സഹനങ്ങളിലും യേശുക്രിസ്തുവിൽ ആനന്ദിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരു മനുഷ്യനെ, ഒരു ദൈവ പൈതലിനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതാണ്. അതിനൊറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. അതായത്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ വളർത്തു നായ്ക്കളുണ്ടാവും. ഈ വളർത്തു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരോട് ഭയങ്കര സ്നേഹമായിരിക്കും. അവർ വെറുതെ അതിലൂടെ ഒന്ന് പോയാൽ മതി, ഇങ്ങനെ ചുമ്മാ ശബ്ദമുണ്ടാക്കി വാലക്കി ആട്ടി ഭയങ്കര സ്നേഹവും, അതിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞ് ചിരി പോലും കാണാനായിട്ട് സാധിക്കും. ഒരു വ്യക്തി, ഇപ്പം നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ നായ്ക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് പോവാണ്. ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ ഇറച്ചിയാണ് കൊടുക്കുന്നത്. അതിന് കൊടുക്കുന്നു. ഈ നായ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഇങ്ങനെ മുഴുവൻ വലിച്ചു വാരി തിന്നുകൊണ്ടിരിക്കുക. ഈ വലിച്ചു വാരി തിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എങ്ങാനും പോയിട്ട് കൈ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ കടി കിട്ടി നോക്കിയാൽ മതി. അത് യജമാനാണോ ഭക്ഷണം കൊടുത്തവനാണെന്ന് നോക്കിയല്ല പട്ടി. അത് ആര് പോയി കൈയിട്ടാലും ശരി, ആ സ്പോട്ടിൽ പട്ടി കുരയ്ക്കും. ഇതിൻ്റെ സൈക്കോളജി എന്താ? ഇതിൻ്റെ സൈക്കോളജി പ്രകാരമാണ്, പട്ടിക്ക് സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ, ആ നായ്ക്ക് സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ നായ് ആനന്ദിക്കും. എന്നാലൊരു സഹനം കൊടുത്തു നോക്കിയേ, കുരയ്ക്കല്ലേ. അപ്പം ഞാൻ ഇതിനെ നമ്മുടെ ജീവിതവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി നോക്കാം, ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ്?
ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീ നന്നായിട്ട് പള്ളിയിൽ പോകുന്നു, ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു, എല്ലാം നന്നായിട്ട് പോകുന്നു. പെട്ടെന്ന് നിനക്കൊരു സങ്കടം വന്നു, ഒരു രോഗം വന്നു, ഒരു ക്യാൻസർ വന്നു വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞപ്പോൾ നീ പറയാണ്, എൻ്റെ കർത്താവേ, പള്ളിയിലും പോയി കുമ്പസാരവും സ്വീകരിച്ച് ഇത്രമാത്രം വിശുദ്ധിയോടെയും വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന എനിക്കിട്ട് തന്നെ നീ 8ന്റെ പണി തന്നോ? അപ്പോൾ അത്രയും കാലം ഈ രോഗം വരുന്നതിന് മുമ്പ് എനിക്ക് വലിയ ആനന്ദമായിരുന്നു, സന്തോഷമായിരുന്നു, സകലതും ഉണ്ടായിരുന്നു, ഓക്കെ. പക്ഷേ പെട്ടെന്ന് ഒരു രോഗം വന്നു കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ സ്വഭാവം മാറി. ഇങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരെങ്കിലും. ആ നായും ഞാനും തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസം? അപ്പോൾ ഇവിടെ പറയുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് പട്ടിണി വന്നാലും, രോഗങ്ങൾ വന്നാലും, പീഡകൾ വന്നാലും, നിങ്ങളെ പീഡിപ്പിച്ചാലും, നിങ്ങളെ വേദനിപ്പിച്ചാലും ഞാൻ സന്തോഷിക്കും. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രത്യേക വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഓൾവേസ് റിജോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾവേസ് അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിന് ഒരു ബൗണ്ടറി ഇല്ല, അതിനൊരു പരിമിതികളില്ല. ആരൊക്കെ എന്നാ ചൊറിയാൻ വന്നാലും ശരി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏത് അച്ഛൻ വീണാലും ശരി, ഏത് മെത്രാൻ വീണാലും ശരി, സഭയിലുള്ള ഉന്നതർ വീണാലും ശരി, എൻ്റെ സഭയും എൻ്റെ യേശു ക്രിസ്തുവും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അത് ഞാൻ അവരെ ഇവരെയും കണ്ടിട്ടൊന്നുമല്ല എൻ്റെ സഭയിൽ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം ഇതാണ്, എന്നാ പ്രശ്നങ്ങൾ വന്നാലും സുവിശേഷവും വിശ്വാസവും സ്വീകരിച്ചവരായിട്ടുള്ള നാം ഓരോരുത്തരും ആനന്ദിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങനെയുള്ള അസ്വസ്ഥത നിറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സംഭവിക്കും. അതൊരു പക്ഷേ ക്രിസ്തുവിൽ നമ്മൾ ആനന്ദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു പക്ഷേ ഒരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നീ പരീക്ഷിക്കപ്പെടുന്ന ഒത്തിരിയേറെ മേഖലകളുണ്ടാവും. സഹനങ്ങൾ ഭാര്യയിലൂടെ വരാം, ഭർത്താവിലൂടെ വരാം, മക്കളിലൂടെ വരാം. ബേസിക്കായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യേശു ക്രിസ്തുവിനെ പ്രതി ഞാൻ ആനന്ദിക്കണം, സന്തോഷിക്കണം, എന്ത് വന്നാലും വേണ്ടില്ല. അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കണം. അതാണ് ദൈവഹിതം. ആ ദൈവഹിതം നിന്നെക്കുറിച്ചുള്ളത് നീ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹിതം ദൈവം പ്രവർത്തിക്കും. അതിനുവേണ്ടി ദൈവം നിലനിൽക്കും. ഇന്ന് നമ്മുടെ മാതാപിതാക്കള്, മക്കള് ക്രിസ്തീയ ജീവിതത്തിൽ ആനന്ദിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മ തന്നെയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഒരു കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഒരു സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവളെക്കുറിച്ചുള്ള പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവള് കല്യാണം കഴിക്കാൻ തയ്യാറല്ല. എന്തിനാ കല്യാണം കഴിക്കുന്നത്? ചുമ്മാ ഇല്ലാത്ത വയ്യാവലി തലയെ കയറ്റി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സമാധാനമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ അച്ഛാ എന്നെന്നോട് ചോദിച്ചു. ഞാൻ ഇവളെ കുറച്ചു കാര്യം ഇങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ മോളെ ഇങ്ങനെയൊക്കെ നീ പറയുന്നത്? നിനക്ക് ഇത്ര പ്രായമായില്ലേ, നിനക്കൊരു ജോലിയില്ലേ, നീ സുന്ദരിയായ ഒരു സ്ത്രീയല്ല, നിനക്ക് ഒരു കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബജീവൻ നയിച്ചുകൂടെ? നീ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പെൺകൊച്ചല്ലേ, നിനക്ക് എന്തുകൊണ്ട് നല്ലൊരു പുരുഷനെ കിട്ടില്ലേ? അപ്പോൾ പെട്ടെന്ന് അടുത്ത് നിന്ന മാതാപിതാക്കൾ അമ്മേനോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഇവളോട് പറഞ്ഞു മടുത്ത് ആകപ്പാടി ഒരു പെൺകൊച്ചുള്ളൂ. ഇതിൻ്റെ കല്യാണപ്രായമായപ്പോൾ അതിൻ്റെ കല്യാണം കണ്ട് ഒന്ന് സന്തോഷിക്കണം എന്ന് വെച്ചപ്പോൾ അതൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഈ പെൺകൊച്ചെന്നോട് പറഞ്ഞു, അച്ഛാ 2 മിനിറ്റ് ഇവരൊന്ന് പുറത്തിറക്കി നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, മാതാപിതാക്കൾ ഔട്ട്, നിങ്ങൾ കേൾക്കാത്ത വിധത്തിൽ അപ്പുറത്തെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോ, ഞാൻ ഈ കൊച്ചിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകൊച്ചനോട് പറയുകയാണ്, എൻ്റെ അച്ഛാ, ഇവർ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ചിട്ടാണ് ഇവർ ഉടമ്പടി എടുത്തത്, വിവാഹം ചെയ്തത് പള്ളിയിൽ കുർബാനയുടെ മധ്യേ. എന്നിട്ട് പറഞ്ഞു, സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും എല്ലാത്തിലും ഞങ്ങൾ സന്തോഷിച്ചോളാന്ന് പറഞ്ഞു. അതാണ് ക്രിസ്തുവിൽ അവർ ചെയ്ത ഉടമ്പടി. എന്നിട്ട് ഇപ്പൊ എന്താ അവസ്ഥ? 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ് അച്ഛാ. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ്. ഇവര് തമ്മിൽ വഴക്ക് കൂടാത്ത ഒരു ദിവസമില്ല. പറയാണ്, ഇവര് തമ്മിൽ വഴക്ക് കൂടാത്ത ഒരു ദിവസമില്ല. അപ്പൊ ഇത് കണ്ടിട്ട് ഇവൾ എന്നോട് പറയാണ്, അച്ചോ, ആദ്യം അച്ഛൻ മാതാപിതാക്കളോട് പറ ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ. അതൊക്കെ കണ്ടാലല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്ന് തോന്നുള്ളൂ. ഇത് ശരിക്കും എന്നെ ആഴമായിട്ട് ചിന്തിപ്പിച്ച ഒരു തലമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ പ്രത്യേകിച്ച് പറയുകയാണ്,
നിങ്ങളെടുത്ത ഉടമ്പടിയിൽ നിങ്ങൾക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയിൽ സന്തോഷിക്കുന്നില്ലെങ്കിൽ, ആ ദൈവഹിതത്തിൽ നിങ്ങൾ ആനന്ദിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളിലേക്ക് ഇതേ നെഗറ്റീവ് എനർജിയെ പോവുള്ളൂ. വരും തലമുറ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കില്ല, അത് അവിടെ നിന്ന് പോവും. കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നരകമാണ്, കെട്ടിയോൻ ഇങ്ങനെയാണ്, കെട്ടിയോൾ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് പിന്നെ കല്യാണം കഴിക്കില്ല. അതാണ് പ്രശ്നം. തലമുറ അവിടെ നിന്ന് പോയില്ലേ, അവസാനിച്ചില്ലേ? പക്ഷെ അവസാനം ഇവർ ധ്യാനം കൂടാത്ത ആൾക്കാരായിരുന്നു. ഇവരെ ധ്യാനം കൂടിച്ച് കൗൺസിലിനൊക്കെ വിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം നല്ല ഓക്കെ ആയി. അതിന് ഓക്കെ ആകാൻ കാരണം ആദ്യം മാതാപിതാക്കൾ ഒരു ധ്യാനം കൂടിയപ്പോഴത്തേനും അനുഗ്രഹമുള്ള അപ്പനും അമ്മയും ദമ്പതികളുമായിട്ട് രൂപാന്തരപ്പെട്ടു. അതോടുകൂടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നമ്മൾ ആനന്ദിച്ചാൽ, ക്രിസ്തുവിൽ ആനന്ദിച്ചാൽ, അവിടെ ഒരു സുവിശേഷവൽക്കരണം, ഒരു മിഷണറി പ്രവർത്തനം അവിടെ നടത്തുകയാണ്. ആദ്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക, ആദ്യം നമ്മുടെ മക്കൾക്ക് യേശുവിനെ കൊടുക്കുക, എന്നിട്ട് മതി ബൈബിളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ. മാതാപിതാക്കളോടും സകലരോടും അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരോടൊക്കെ പറഞ്ഞു, ആദ്യം നമ്മുടെ സമൂഹം യേശു ക്രിസ്തുവിൽ ആനന്ദിക്കുവാനുള്ള ആ പരിശ്രമം നമ്മൾ നടത്തട്ടെ. അതിനുശേഷം നമുക്ക് ലോകത്തിലേക്ക് ഇറങ്ങാം. വിത്ത് വിതയ്ക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്, വിത്തിടേണ്ടത് നമ്മുടെ വീട്ടിലാണ്, എൻ്റെ ഹൃദയത്തിലാണ്, എൻ്റെ ജീവിതത്തിലാണ്, നമ്മുടെ ചുറ്റുപാടുകളിലാണ്. ആനന്ദം കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ആനന്ദത്തിൻ്റെ സീക്രട്സി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആൾക്കാർ നമ്മുടെ അടുക്കിലേക്ക് വരും. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നന്നായിട്ട് സന്തോഷിക്കുക, നന്നായിട്ട് ആനന്ദിക്കുക, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഗീതം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. ഇത് വലിയ പണിയുള്ള കാര്യമല്ലല്ലോ, വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ സന്തോഷിക്കുക, ആനന്ദിക്കുക, ദൈവഗീതം അങ്ങോട്ട് പൂർത്തിയാക്കിയേക്കാം. ഇനി രണ്ടാമത്തെ സംഭവം ഇതുമായിട്ട് വലിയ കണക്ഷൻ ഉള്ളൊരു കാര്യമാണ് പ്രാർത്ഥന. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് നിരന്തരം സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇത് ഹൃദയത്തിൽ സ്വീകരിച്ച് വലതുകരം ഉയർത്തി കണ്ണുകൾ അടച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ നിരന്തരം സന്തോഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി പ്രാർത്ഥനയുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് പ്രാർത്ഥന? ഒത്തിരി തലങ്ങളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് തന്ന ചില പ്രേരണ ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് വലിയൊരു അടുപ്പം ഉണ്ടാകുന്നതാണ്, വലിയൊരു അടുപ്പം. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നീ വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഉള്ളിൽ കയറിയത് നമ്മൾ തമ്മിൽ ഒരുമിച്ചായിരുന്നു പ്രാർത്ഥിക്കുക. അത് ബേസിക്കലി അതൊരു ബന്ധമാണ്, ഒരു റിലേഷൻഷിപ്പാണ്. ദൈവമായിട്ടുള്ള ഒരു ആഴമായിട്ടുള്ള ബന്ധമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയോഗമല്ല, രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളല്ല. ഈ പ്രാർത്ഥനയുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ദൈവമാണ്, ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ദൈവവുമായിട്ടുള്ള ബന്ധം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പ്രാർത്ഥനയിൽ നിലനിന്ന് കഴിഞ്ഞാൽ രണ്ട് അപകടങ്ങൾ സംഭവിക്കും. രണ്ട് അപകടങ്ങൾ. ഒന്ന്, ആ വ്യക്തി മാടുത്ത് തലയും ചൊറിഞ്ഞ് കുർബാന അന്നാപ്പസുഖ അച്ഛൻ തുടങ്ങി, ഇനി വിശുദ്ധീകരണത്തിൻ്റെ വെലിപീഠമേ സ്വസ്തി എന്ന് പറയുന്ന സംഭവം എപ്പോൾ വരും നോക്കിക്കും. അപ്പോൾ ഇതിങ്ങനെ തലയും ചൊറിഞ്ഞ് മടുത്ത് പല വിചാരത്തോടെ നമ്മുടെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന ഒരു പക്ഷേ പരിധിവരെ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തോട് ആഗ്രഹമില്ലാത്ത പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥനയിൽ മടുപ്പ് വരും, പല വിചാരം വരും. ഉറപ്പാണ്, ഈ വലിയ അപകടം ഉറപ്പാണ്, സുനിശ്ചിതമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള അടുപ്പത്തിലല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഓബ്ജക്റ്റ് നമ്മുടെ രോഗസൗഖ്യം ആയിട്ട് മാത്രം മാറിപ്പോവും. നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രോഗസൗഖ്യമല്ല, അത് കർത്താവിൻ്റെ ഹിതമാണ്. കർത്താവ് നമുക്ക് തരും, പേടിക്കണ്ട. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് തരും, അതിൽ ദൈവഹിതം നിറവേറ്റുക, അതാണ് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ ഓബ്ജക്റ്റ്, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, അത് ദൈവത്തോടുള്ള ഒരു ദാഹമാണ്, ദൈവമായിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം. അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ വരുന്നത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പല തലങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് അപകടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പറഞ്ഞത് ഇപ്രകാരമാണ്, പ്രാർത്ഥനയുടെ ലക്ഷ്യം രോഗസൗഖ്യമോ കടങ്ങൾ മാറുക എന്നുള്ളതോ മറ്റു പല ഭൗതിക നിയോഗങ്ങളോ അല്ല, ദൈവത്തിൽ ആനന്ദിക്കുക, കർത്താവുമായിട്ട് വലിയൊരു ബന്ധമുണ്ടാക്കുക. ഇതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. കർത്താവിന് വേണ്ടി ഉള്ള ദാഹത്തോടെ, ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ദാഹത്തോടെ വേണം പള്ളിയിലേക്ക് പോകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ
ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 122 അധ്യായം 1 തിരുവചനം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. എന്തെന്നില്ലാത്ത ഒരു ആനന്ദം വന്നു. പെട്ടെന്നാണ് ഒരു തീരുമാനം വന്നത്. നമുക്കെല്ലാവർക്കും പള്ളിയിലോട്ട് പോകാട്ടോ, പള്ളിയിലോട്ട് പോയിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കീർത്തകനും രാജാവുമായിട്ടുള്ള ദാവീദ് പറഞ്ഞു, സമാധാനമായി ഒന്ന് പള്ളിയിലേക്ക് പോകാൻ പറ്റിയില്ലോ, അങ്ങനെ ഒരു തീരുമാനമെടുത്തല്ലോ, ഒരുമിച്ച് ഒന്ന് പള്ളിയിൽ പോകാൻ പറ്റിയില്ലോ. എത്ര പേർക്ക് പറയാൻ പറ്റും? സൺഡേ കുർബാനയിൽ വികാരച്ചൻ എന്നുള്ള വലിയ ആൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് പേടിച്ചിട്ടാണോ നമ്മൾ പോകുന്നത്? അടുത്ത മാസം വിവാഹം നടക്കാൻ പോവാ, ഇനിയിപ്പം ഈ 2-3 ആഴ്ച പള്ളി പോയില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും, അത് പറഞ്ഞിട്ടാണോ പള്ളി പോകുന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് 7 മണിക്ക് ഒരു സമയമായി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയം എല്ലാ ദിവസവും 7 മണിയാണ്. സന്ധ്യാമണി അടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 7 മണിയായി, മക്കൾ പറയും 7 മണി, ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതിന് ഇതൊക്കെ പറയും. എന്നാൽ പിന്നെ പെട്ടെന്ന് പ്രാർത്ഥിച്ചേക്കാം. അമ്മച്ചി, അപ്പച്ചാ, പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങ്, നമുക്ക് പെട്ടെന്ന് തീർക്കാം, അത് കഴിഞ്ഞിട്ട് വേറെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മടുപ്പോടെ ആയിരിക്കരുത് പ്രാർത്ഥിക്കേണ്ടത്. ദാവീദിനെ പോലെ, ആ സങ്കീർത്തകനെ പോലെ കർത്താവിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, ഒരു സന്തോഷം ലഭിച്ചു. ഇതെന്താണ് വ്യക്തമാക്കുന്നത്? ഈ കർത്താവിനോടുള്ള ദാഹം, കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള ഒരു അടുപ്പം, ഈ ബന്ധം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് യഥാർത്ഥമായിട്ട് ഇസ്രായേലിൻ്റെ ബേസിക് ആയിട്ടുള്ള വേദപാഠമാണിത്. വേദപാഠം. നിയമാവർത്തനം 6-ാം അധ്യായം 4-ാം തിരുവചനം മുതൽ നിങ്ങൾക്ക് ബൈബിൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിക്കോളാം. ദൈവമായ കർത്താവ് ഇസ്രായേലിനോട് അരുൾ ചെയ്യുന്നു, നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോട് കൂടി സ്നേഹിക്കുക. ദൈവത്തോടുള്ള ഈ ദാഹം, കർത്താവിലേക്ക് കടന്നു വരുവാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം, ഇതിനെല്ലാം സൂചിപ്പിക്കുന്നത് സ്നേഹമാണ്. ദൈവത്തോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകുവാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നീ തലയും ചൊറിഞ്ഞ് വേണ്ടാത്ത പരിപാടിക്കെല്ലാം പോവും. അപ്പോൾ പ്രാർത്ഥന സമം ദൈവസ്നേഹം. പ്രാർത്ഥന എന്ന് പറഞ്ഞത് ദൈവസ്നേഹമാണ്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്, കർത്താവുമായിട്ടുള്ളൊരു ബന്ധം എപ്പോഴും നിലനിർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യമാണ്. റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹം. അതുകൊണ്ട് തന്നെ വിശുദ്ധ അമ്മ ത്രേസ്യ പ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കലാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കലാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, നിങ്ങളോട് പറഞ്ഞുതരാം. അത് കർത്താവിനെ പെട്ടെന്ന് നമുക്ക് പ്രീതിപ്പെടുത്തണമെങ്കിൽ, കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ, ഞാൻ പറഞ്ഞു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമാണ്. അതാണ് ഇസ്രായേലിൻ്റെ കാറ്റക്കിസം എന്ന് പറയുന്നത്. നമ്മുടെ കാറ്റക്കിസം അതല്ലാതെ പോയി. അതാണ് ഇന്നത്തെ നമ്മുടെ നാശത്തിൻ്റെ ഒരു കാരണം. അല്ലെങ്കിൽ നമ്മൾ പലരും മതപതിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന വേറെ എന്തോ ആയി മാറിപ്പോയി. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസ്നേഹമായിരിക്കണം. ഞാൻ പറഞ്ഞു ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഞാൻ ഇത് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കി അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയത്ത് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3-4 പ്രാവശ്യം ഞാൻ പറയും, ഐ ലവ് യു ജീസസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഞാൻ സ്നേഹിക്കുന്നു. ഇങ്ങനെ കുറച്ച് സ്നേഹിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടെ, പുള്ളിയായിട്ട് ഒരു ആത്മാർത്ഥമായി ബന്ധം സ്ഥാപിച്ചിട്ടെ ഞാൻ എൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറയുള്ളൂ, എൻ്റെ കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് അത് സമം ദൈവസ്നേഹം. മറക്കരുത്. ദൈവസ്നേഹവും ബന്ധവും ആഴമായിട്ടുള്ള ഈ ബന്ധമൊന്നും ഇല്ലാത്ത പ്രാർത്ഥന അത് വെറും പൊള്ളയാണ്. ഇനി നിരന്തരം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇങ്ങനെ എല്ലാ ദിവസവും പോയി പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ അച്ഛാ? ടെക്നിക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, ദൈവസ്നേഹമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമാണ്. ഇനി അത് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്താം. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് അല്ലേ, പോട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐ ലവ് യു എന്ന് പറയുമായിരിക്കും. ചിലരൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയാം. ഇനി മാതാപിതാക്കൾ മക്കളും തമ്മിലുള്ള ബന്ധം എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ അപ്പനും
മകളും അല്ലെങ്കിൽ അപ്പനും മകനും അല്ലെങ്കിൽ അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പറയുമോ? രാവിലെ എഴുന്നേറ്റ് ഐ ലവ് യു എന്ന് പറയുമോ? അല്ലെങ്കിൽ ഒരു 3 നേരം നിങ്ങൾ ഐ ലവ് യു എന്ന് പറയുമോ? ഇല്ല. എങ്ങനെയാ ഈ അപ്പന് മക്കളോട് സ്നേഹമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത്? അത് ഇപ്രകാരമാണ്. അപ്പൻ ഈ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതും ഈ മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതും മക്കൾക്ക് നല്ല ആഹാരം കൊടുക്കുന്നതും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതും എല്ലാം അവരോട് സ്നേഹമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പൊ ഭാര്യ ഭർത്താവ്, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപക്ഷെ എല്ലാ ദിവസവും ഐ ലവ് യു എന്ന് പറഞ്ഞു വരില്ല. ഈ ഭർത്താവ് ലോകം മുഴുവനും നടന്നിട്ട് ബിസിനസ്സും അതും ഇതെല്ലാം ചെയ്ത് കൂലിപ്പണി എടുത്ത് തിരിച്ചു വന്ന് ഒരു ദിവസം എല്ലാ ദിവസവും ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്നു, കൊടുക്കുന്നു, മക്കളെയും ഇവന്റെ ജീവിത പങ്കാളിയും എല്ലാം സന്തോഷിപ്പിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഈ അപ്പന് ഈ കുടുംബത്തോട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഐ ലവ് യു എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ചെയ്തികളിൽ നിന്നാണ് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ നിങ്ങളെ കണ്ടിട്ട് സൗന്ദര്യം കണ്ടിട്ട് ഐ ലവ് യു എന്ന് പറയുന്നവരെ വിശ്വസിക്കരുത് കേട്ടോ. നിങ്ങളുടെ ഭാഗികമായിട്ടുള്ള തലങ്ങളെ കണ്ടുകൊണ്ട് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ് വിശ്വസിക്കരുത് കേട്ടോ. സ്നേഹം അത് നന്നായിട്ട് ഉറപ്പാക്കണമെങ്കിൽ ആദ്യം പ്രവർത്തികളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ ആദ്യം നമ്മുടെ പ്രവർത്തികളിലൂടെ നമ്മൾ ദൈവത്തിന് കാണിച്ചു കൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസ്നേഹമാണ്, ദൈവത്തോടുള്ള അടുപ്പമാണ്, ദൈവത്തോടുള്ള ദാഹമാണ്. അപ്പോൾ ഈ ദൈവസ്നേഹമാണ് പ്രാർത്ഥനയെങ്കിൽ ഈ സ്നേഹം നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ദൈവത്തിന് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? അല്ലെങ്കിൽ നിരന്തരം സ്നേഹിക്കുന്നുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? അതിന് എല്ലാ ദിവസവും പള്ളി പോണ്ട, എല്ലാ ദിവസവും പള്ളി പോണ്ടെന്നേ. അതിന് എല്ലാ ദിവസവും പള്ളി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാർത്ഥിക്കല് എന്നല്ല ഉദ്ദേശിച്ച കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ പ്രവൃത്തികളിലൂടെ, ഞാനൊരു ബിസിനസ് സ്ഥാപനത്തിലാണ് നിലനിൽക്കുന്നെങ്കിൽ അന്യായമായിട്ട് പ്രവർത്തിക്കരുത്. ഞാനൊരു സ്ഥാപനത്തിലാണ്, അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയിലാണ്, ഒരു കടയിലാണ്, അല്ലെങ്കിൽ ഞാനൊരു നേഴ്സാണ്, ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് മാൻ ആണ്, അല്ലെങ്കിൽ ഞാനൊരു പബ്ലിക് ഫിഗർ ആണ്, അന്യായമായി നീ പ്രവർത്തിക്കരുത്. അതും നിന്റെ പ്രാർത്ഥനയാണ്. അത് ദൈവത്തോട് കാണിക്കുന്ന സ്നേഹത്തിന് അടയാളമാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അതായത് നമ്മുടെ പ്രവർത്തികളിൽ നിന്ന് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്, നമ്മുടെ പ്രവർത്തികളിൽ നിന്ന്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ആഴമായിട്ടുള്ള ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അത് പ്രവർത്തികളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. എപ്പോഴും ഞാനായാലും പള്ളി പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല. എല്ലായ്പ്പോഴും ഒന്നും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മുടെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യേണ്ട അവസ്ഥ വരും. ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം, ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഉള്ളെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ഈശോയോട് സംസാരിച്ചുകൊണ്ട് പോകും. ആ പണിയെടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ ചില ജോലി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴായാലും അത് നേരായ വിധത്തിൽ പോകണം. അതിൽ ഒരു ഡൈവേഷൻ വരാൻ പാടില്ല, അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഒരു ഡൈവേഷൻ വരാൻ പാടില്ല. അവൻ്റെ ഇവൻ്റെ ഇംഗിതത്തിന് വേണ്ടി ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതിനൊറ്റ വഴിയുള്ളൂ, നട്ടെല്ലാവർക്കും പണയം വെക്കാൻ പാടില്ല കേട്ടോ. പറയേണ്ടത് പോലെ പറയണം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ, നമ്മൾ പുറത്തോടെ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ അലക്കുമ്പോൾ, നമ്മൾ കുളിക്കുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ, എൻ്റെ കർത്താവേ ഞാൻ ഇച്ചിരി പണിയെടുക്കാൻ പോവാണ് കേട്ടോ, അപ്പത്തൊന്നും വരുത്തേക്കാതെ, ലവ് യു ജീസസ്, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, നിന്നെ മറന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തലങ്ങളിൽ നമ്മൾ കടന്നു പോകും, ആ തലങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്താൽ മതി. അതിനാണ് നിരന്തരം പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത്. നിരന്തരം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ ജീവിക്കുക, എല്ലായ്പ്പോഴും എല്ലാ സമയത്തും. അതിനാണ് നിരന്തരം പ്രാർത്ഥിക്കുക എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിരന്തരം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നിരന്തരം ദൈവത്തെ സ്നേഹിക്കുക, ദൈവവുമായിട്ട് ആത്മാർത്ഥമായ ബന്ധം പുലർത്തുക. അങ്ങനെ നിരന്തരം ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നിരന്തരം നമ്മുടെ പ്രവർത്തികളിലൂടെ ദൈവത്തെ നമ്മൾ ബന്ധപ്പെടുക, കർത്താവുമായിട്ട് നമ്മൾ നിലനിൽക്കുക, ദൈവത്തിൽ ആനന്ദിക്കുക, കർത്താവിൽ നിലനിന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ കാര്യമാണ് 18-ാം തിരുവചനം. നിരന്തരം നന്ദി പ്രകാശിപ്പിക്കുവിൻ, എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ,
ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്നൊരു സംഭവമാണ്. പ്രാർത്ഥനയുടെ തിരക്ക് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന തിരക്കിലാണ്, മുട്ടുന്ന തിരക്കിലാണ്, അന്വേഷിക്കുന്ന തിരക്കിലാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തുകൊണ്ടാണ് ഞാനിത് വായിച്ചെന്നറിയാമോ? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അടുക്കൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, അച്ചോ എന്ത് ചെയ്താലും പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ, സംഭവം ഒന്നും ശരിയാകുന്നില്ല. ഞാൻ എന്തോ ഒരു കരഞ്ഞ് നിലവിളിച്ചു ഉപവസിച്ചൊക്കെ പ്രാർത്ഥിച്ചു, ഒന്നും ശരിയാകുന്നില്ലെന്നേ. അപ്പോൾ ഞാനല്ല എങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു ആത്മീയ ഗുരുവാണ്, വേറെ ആരെങ്കിലും ആണ്, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വരികയാണ്, പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല. സാധാരണഗതിയിൽ പെട്ടെന്ന് ഒരു ആത്മീയ ഗുരു കൊടുക്കുന്ന ഒരു തിരുവചനമാണ് മത്തായി 7:7. നിങ്ങളിങ്ങനെ നന്നായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുക, നന്നായിട്ട് അങ്ങോട്ട് അന്വേഷിക്കുക, അപ്പം നിങ്ങൾക്ക് കിട്ടും, കണ്ടെത്തും, നന്നായിട്ട് തുറക്കപ്പെടും, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ ആദ്യം സാധാരണഗതിയിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇപ്രകാരമാണ്: നിങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, നിങ്ങളിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ എത്ര നാളായി ചെയ്യുന്നു? കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഇനി കുറച്ചേറെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഒരു ഇച്ചിരി നന്ദി പറഞ്ഞേ, കർത്താവിനോട് ഇച്ചിരി നന്ദി പറഞ്ഞേ, ദൈവത്തോട് നന്ദി പറ. ഇങ്ങനെ ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യുന്നുണ്ടല്ലോ, അതിന് കർത്താവിനോട് നന്ദി പറ. നീ എന്തായിരിക്കുന്നുവോ, നീ എങ്ങനെയായിരിക്കുന്നുവോ, നിന്റെ ഇപ്പത്തെ അവസ്ഥയിൽ നീ കർത്താവിനോട് നന്ദി പറയണമേ. ഇപ്പത്തെ അവസ്ഥയിൽ നീ കർത്താവിനോട് നന്ദി പറ, അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഞാൻ ഉദാഹരണം പറയാം. അതായത് നിങ്ങളുടെ അടുക്കൽ ഒരാൾ സഹായത്തിന് വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ സഹായം ആ വ്യക്തിക്ക് കൊടുത്തു. കാരണം ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞു ഒന്നുമില്ല, കഴിക്കാനില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല. അങ്ങനെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തു, പിന്നെ ഒരു 100 രൂപയും കൊടുത്തു. അങ്ങനെ ആ സഹായം സ്വീകരിച്ചപ്പോൾ ആ വ്യക്തി പാട്ടും പാടി ഒറ്റ പോക്കം കൊണ്ട് പോയി. ഒരാഴ്ച വന്നപ്പോൾ പിന്നെയും വന്നു. അങ്ങനെ പിന്നെയും നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും നിങ്ങൾ കൊടുത്തു, കുറച്ച് സാധനങ്ങൾ പൈസയൊക്കെ കൊടുത്തു. പിന്നെ അങ്ങോട്ട് ആ പുള്ളി പിന്നെ 2 ദിവസം കഴിഞ്ഞാലും പിന്നെ പുള്ളി നിങ്ങളെ മൈൻഡാക്കുന്നൊന്നുമില്ല, നേരത്തെ ഒരു സഹായം തന്നതാണെന്ന് പോലും പുള്ളി ചിന്തിക്കുന്ന പോലുമില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് പിന്നെയും കൊടുക്കാൻ തോന്നുമോ? തോന്നിയല്ല. ആ സമയത്ത് ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ആ വ്യക്തി സഹായം സ്വീകരിച്ച ശേഷം നിങ്ങളുടെ കാലെ പിടിച്ച് നന്ദി പറഞ്ഞു. ഒത്തിരി നന്ദിയുണ്ട്, നിങ്ങളില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം നശിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഒത്തിരി നന്ദി പറഞ്ഞു. ആ നന്ദി പറഞ്ഞ് അതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മനസാക്ഷിയോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പിന്നെയും കൊടുക്കാൻ ഒരു ആഗ്രഹം തോന്നിയല്ലേ മക്കളെ? നമുക്ക് പിന്നെയും കൊടുക്കാൻ ഒരു ആഗ്രഹം തോന്നില്ലേ? തീർച്ചയായിട്ടും തോന്നും. എന്ന് പറഞ്ഞതുപോലെയാണ് പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിനും ഇങ്ങനെയുള്ള ഒരു മനസ്സുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് കർത്താവിനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കൊടുക്കുവാനായിട്ട് കർത്താവിന് തോന്നും, പിന്നെയും കൊടുക്കുവാനായിട്ട് കർത്താവിന് തോന്നും. ഇപ്പോൾ യോനാ പ്രവാചകന്റെ പുസ്തകം നന്ദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ സംഭവം കാണുന്നുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ അവിടെ 9-ാം തിരുവചനത്തെ പ്രകാരം പറയുന്നുണ്ട്: മത്സ്യത്തിൻ്റെ ഉള്ളിൽ വേദനയോടെ മരണവുമായിട്ട് മല്ലിട്ട് കഴിയുന്ന ആ യോനാ പ്രവാചകൻ അവസാനം ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ ടെക്നിക്ക് ഇങ്ങനെയാണ്. അതായത് ഇപ്രകാരം പറയുന്നുണ്ട്: മത്സ്യത്തിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് യോനയുടെ പ്രാർത്ഥനയുടെ അവസാന ഭാഗം ഇപ്രകാരമാണ്: എന്നാൽ ഞാൻ കൃതജ്ഞതാസ്തോത്രം ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും, ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും, കർത്താവിൽ നിന്നാണ് എൻ്റെ രക്ഷ. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനയെ കരയിൽ ശബ്ദിച്ചിട്ടു. മത്സ്യത്തിൻ്റെ ഉള്ളിലായിരുന്നപ്പോൾ മരണവുമായിട്ട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് യോന പ്രത്യേകം പ്രാർത്ഥിച്ച് അവസാനമായിട്ട് ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് യോന പ്രാർത്ഥിച്ച പ്രകാരമാണ്: ഞാൻ കൃതജ്ഞതാ സ്തോത്രം ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും, നന്ദിയുടെ ഒരു ബലിയർപ്പിക്കും. നന്ദിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് പ്രതിഫലം നൽകും. കർത്താവിന് തരുവാനുള്ള ഒരു മനസ്സ് അവിടെ ഉണ്ടാവും. നമ്മൾ നന്ദിയില്ലാത്തവരാകുന്നത് തികച്ചും തരുന്നവനെ ആരാണോ കൊടുക്കുന്നത് അവർക്ക് തന്നെ പിന്നെയും കൊടുക്കാനായിട്ട് തോന്നില്ല. അതല്ല മനുഷ്യൻ്റെ സ്വഭാവം. അങ്ങനെയാണ് ദൈവത്തിനും ഇങ്ങനൊരു മനസ്സുണ്ട്. നിരന്തരം നമുക്കുള്ളതിനെ ഓർത്ത്, നമ്മുടെ കുടുംബമാകാം, ജീവിതമാകാം,
ജീവിത പങ്കാളിയാകാം, മക്കളാകാം. വലിയ സമ്പത്തിലോ വലിയ വലിയ മാളികയിലോ ഒന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരെ ഓർത്ത് അസൂയപ്പെടേണ്ട, അഹങ്കരിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ജീവിക്കുക. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ? പച്ചവെള്ളം കിട്ടാത്ത അവസ്ഥയാണോ? ദാരിദ്ര്യമാണോ? അതിന് നന്ദി പറ. ഒരൊട്ടും പൈസ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. നിങ്ങൾക്കൊന്നുമില്ലാത്ത അവസ്ഥയാണ്. നന്ദി പറ. അത്ഭുതങ്ങൾ അടുത്ത നിമിഷം സംഭവിക്കും. നിങ്ങൾക്കറിയാവോ, ലാസറിനെ ഉയർപ്പിക്കാൻ നേരത്ത് എന്താ കർത്താവ് പറഞ്ഞേ? ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് എന്താ പറഞ്ഞേ? സ്വർഗത്തിന്റെയും ഭൂമിയുടെ നാഥനായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് അങ്ങോട്ട് ഞാൻ നന്ദി പറയുന്നു. ഉയർപ്പിക്കുന്നതിന് മുമ്പേ ലാസർ ആ ചീഞ്ഞഴിഞ്ഞ ശരീരം അതിന് ജീവൻ വെക്കുന്നതിന് മുമ്പ് അങ്ങനെ അത്ഭുതം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഈശോ ഈ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് ഈശോയ്ക്കറിയാം ഇത് കർത്താവ് സാധിച്ചു തരും. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ ലാസറിനെ ഉയർപ്പിക്കണമേ എന്നല്ല ഈശോ പ്രാർത്ഥിച്ചത്. ഈശോ പ്രാർത്ഥിച്ചിങ്ങനെയാണ്, ഇത് കേട്ടതിനെ ഓർത്ത്, ഈ അത്ഭുതം സംഭവിക്കുന്നതിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു, ഉയർപ്പിച്ചതിനെ ഓർത്ത്. യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം അതാണ്. ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ അവളോട് നന്ദി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനർത്ഥം എന്താ? ആ വ്യക്തിയിൽ നമുക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോയ്ക്ക് അത്രമാത്രം കോൺഫിഡൻസ്, ഈശോയ്ക്ക് അത്രമാത്രം വിശ്വാസം, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, കർത്താവെ ഈ അത്ഭുതം നീ സംഭവിക്കാൻ ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ പ്രാർത്ഥന. ഈ വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നന്ദി എന്നുള്ള ഈ ഭാഗവും കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണമേ. അതായത് നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത മിനിറ്റിൽ നിന്നിൽ ഒരു വലിയ അത്ഭുതം നടന്നിരിക്കും. അത് പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. വലിയൊരു അത്ഭുതം നിന്നിൽ നടക്കും, നിന്നിൽ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവഹിതം നിറവേറ്റപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതം നമുക്ക് നിറവേറ്റാം. ആദ്യം നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി അതാണ്. 1, സന്തോഷിക്കുക. 2, നിരന്തരം പ്രാർത്ഥിക്കുക. 3, നിരന്തരം നന്ദി പ്രകാശിപ്പിക്കുക. ഈ 3 കാര്യങ്ങളിലൂടെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിതം ദൈവം സാധിച്ചു തരും. നമ്മുടെ പദ്ധതികൾ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് സന്തോഷവും സമാധാനവും നൽകും. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ 3 കാര്യങ്ങളിലൂടെ ഇന്നത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ദൈവം നമ്മളെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ തിരുമണിക്കൂറിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ ബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ, ഈ 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ, ഈ 3 കാര്യങ്ങളാകുന്ന ദൈവ പദ്ധതി, ആ ദൈവഹിതം എന്നിൽ നിറവേറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദുഃഖിച്ചിരിക്കുന്നത്, കാണുന്നത് എൻ്റെ കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. എൻ്റെ ഈശോയെ, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. നിരന്തരം എൻ്റെ പ്രവർത്തികളിലൂടെ, ദൈവസ്നേഹത്തിലൂടെ അത് പ്രകടമാക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. നിരന്തരം എനിക്കുള്ളതിനെ ഓർത്തും ഇല്ലാത്തതിനെ ഓർത്തും നന്ദി പറയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയെ. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊക്കെ അടച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. എൻ്റെ ഈശോയെ, അങ്ങയുടെ പദ്ധതി വെളിപ്പെടുത്തി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ പദ്ധതി എനിക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞാൻ സന്തോഷിക്കുന്നു യേശു ക്രിസ്തുവിൽ. ദുഃഖങ്ങളോ ദുരിതങ്ങളോ രോഗങ്ങളോ പീഡകളോ വേദനകളോ ഒന്നും എനിക്ക് പ്രശ്നങ്ങളല്ല. അതൊന്നും എനിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ നിരന്തരം സന്തോഷിക്കുന്നു, ഞാൻ നിരന്തരം ആനന്ദിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ നന്ദി പറയുന്നു. എന്റെ കർത്താവിൽ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് ഞാൻ ആനന്ദിക്കുന്നു. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ആനന്ദിക്കട്ടെ ആനന്ദിക്കട്ടെ, സന്തോഷിക്കട്ടെ, അഭിഷേകം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. ആമേൻ ആമേൻ. പ്രാർത്ഥിക്കാനുള്ള വരം ലഭിക്കട്ടെ. ഈശോയെ, നന്ദി പറയാനുള്ള വരം ലഭിക്കട്ടെ, സന്തോഷത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഈശോയെ, ഓ ദൈവമേ,
അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്ദി പറയുന്നു ഈശോയെ. അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാം. യേശുവേ നന്ദി പറയുന്നു. അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. ഹല്ലേലൂയ. നന്മരൂപനേ നല്ല യേശുവേ, കർത്താവിനെ ആത്മനാൽ കണ്ടുകൊണ്ട് നന്മരൂപനേ നല്ല യേശുവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, ഈശോയെ നന്ദി പറയുന്നു. നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, യേശുവേ നന്ദി ദൈവമേ, ഈശോയെ നന്ദി പറയുന്നു. നിത്യവും നിത്യവും നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.